എബ്രോഡിൽ MBBS ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ എബ്രോഡിൽ MBBS ചെയ്യുന്ന ഒരു ട്രാപ്പാണ്. നിങ്ങളുടെ പൈസ വെറുതെ പോകും, അത് കൃത്യമായൊരു സജഷൻ അല്ല, നല്ല കൺട്രീസ് ആയിരിക്കില്ല, നിങ്ങൾക്ക് ഇന്ത്യയിൽ നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റില്ല, സമയം കളയും, ഇത്തരത്തിൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കേട്ട് ഡീമോട്ടിവേഷൻ ആവാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ ഡീമോട്ടിവേറ്റഡ് ആവുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ റിവ്യൂസ് തന്ന ആളുകൾ ചൂസ് ചെയ്തിരിക്കുന്ന അക്കാഡമികൾ, അതല്ലെങ്കിൽ അവർ ചൂസ് ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾ, അവർ പോയിട്ടുള്ള കൺസൾട്ടൻസി, ഇതൊക്കെ ഏതെല്ലാമാണെന്ന്. എബ്രോഡ് MBBSന്റെ സക്സസും ഫെയിലിയറും ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺസൾട്ടൻസിക്ക് അനുസരിച്ചാണ്. ഇന്ത്യയിൽ MBBS ചെയ്താലും എബ്രോഡിൽ MBBS ചെയ്താലും MBBS എന്ന് പറയുന്നത് സിമിലർ ആണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എബ്രോഡ് MBBS നോട്ട് ആൻ ഈസി പ്രോസസ്. MBBS ഇന്ത്യയിൽ പഠിച്ചാലും എബ്രോഡിൽ പഠിച്ചാലും അത് ഈക്വലി ടഫാണ്. പക്ഷേ ഈ MBBS ഫെയിലിയർ ആണ്, എബ്രോഡ് MBBS നല്ലതല്ല എന്ന് കഥകൾ ഡിമോട്ടിവേറ്റഡ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എബ്രോഡ് MBBSന്റെ ഫെയിലിയർ ഈസ് ആക്ച്വലി ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കൺസൾട്ടൻസിക്ക് അനുസരിച്ചാണ്. എന്തുകൊണ്ട് ഏജൻസികൾ എന്ന് പറയുന്നു? നിങ്ങൾക്കറിയാം, കേരളത്തിൽ ആയിരക്കണക്കിന് എബ്രോഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. നിങ്ങൾ എബ്രോഡ് MBBS എന്നുള്ള ആവശ്യവുമായി ഏതെങ്കിലും കൺസൾട്ടൻസിയെ സമീപിക്കുകയാണെങ്കിൽ ഒരിക്കലും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസികളിൽ സമീപിക്കാതിരിക്കുക. കാരണം എക്സ്പീരിയൻസ് വളരെ മാൻഡേറ്ററി ആണ് എബ്രോഡ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് വേണ്ട ബെസ്റ്റ് കൺട്രി, അതായത് നിങ്ങൾക്ക് വേണ്ട അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബെസ്റ്റ് കൺട്രി സജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന, NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന, WHO അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരാൻ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് വളരെ മാൻഡേറ്ററി ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സമീപിക്കുന്ന കൺസൾട്ടൻസി അഥവാ ഏജൻസി എബ്രോഡ് എഡ്യൂക്കേഷനിൽ എത്ര വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട്, എബ്രോഡ് MBBSൽ എത്ര വർഷത്തെ എക്സ്പെർട്ടൈസ് ഉണ്ട്, രജിസ്ട്രേഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിക്ക് മാത്രമേ നിങ്ങളുടെ കരിയറിന് വേണ്ട കൃത്യമായ ഗൈഡ്ലൈൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 12 വർഷമായി എബ്രോഡ് MBBSൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ് എയിംബ്രിഡ്ജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ആണ് ഇവിടെ നിന്നും MBBS പഠിച്ച് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ളത്. നിങ്ങൾക്ക് കൃത്യമായി ഗൈഡൻസ് തരാനുള്ള അസിസ്റ്റൻസും ഈ പറഞ്ഞ കൗൺസിലേഴ്സ് എല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എബ്രോഡ് MBBSൽ പഠിക്കാൻ നല്ലൊരു ബെസ്റ്റ് കൺട്രി അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എയിംബ്രിഡ്ജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട കൃത്യമായ ഗൈഡൻസും അസിസ്റ്റൻസും എയിംബ്രിഡ്ജ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.